കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിൽ ഇന്നലെ മേഘവിസ്ഫോടനമെന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ആണ് പല ഭാഗങ്ങളിലും മഴ പെയ്തത്. പ്രത്യേകിച്ച് കളമശ്ശേരിയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം കനത്ത പെയ്ത്തിന്റെ ദുരിതം തീർന്നിട്ടില്ല. അതിനു മുൻപ് തന്നെ കൊച്ചിയിൽ ഇന്നും വീണ്ടും കനത്ത മഴയാണ്. 3 മണിക്ക് ശേഷം മഴ നിന്നിട്ടില്ല. ഇന്നലത്തെ ദുരിത പെയ്ത്തിന്റെ കെടുതികളിൽ വലയുകയാണ് കളമശ്ശേരി മൂലേപ്പാടം നിവാസികൾ. മൂലേപ്പാടത്തും ശാന്തിപുരം കോളനിയിലും ഇന്നത്തെ മഴയിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. മഴയൊഴിഞ്ഞെങ്കിലും കളമശ്ശേരി മൂലേപ്പാടം നിവാസികൾക്ക് ദുരിതമൊഴിയുന്നില്ല. പല വീടുകളിലും ചെളിയാണ്. കോരിക്കളഞ്ഞാലും അടുത്ത മഴ വീണ്ടും ചെളി നിറയ്ക്കുമോ എന്നാണ് ആശങ്ക. ഇനിയും പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാം നഷ്ടത്തിലാണ്. എല്ലാ കൊല്ലവും ഇത് തന്നെ ഞങ്ങൾ കഷ്ടപ്പാട്. പല വീടുകളിലെയും മതിലുകൾ ഇടിഞ്ഞു വീണ അവസ്ഥയിലാണ്. ഇന്നലെ മേഘവിസ്ഫോടനമാണ് കളമശ്ശേരി മേഖലയിലെ കനത്ത മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 2.5 മണിക്കൂറിൽ 150 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പെയ്തത്. അതേസമയം പെട്ടെന്ന് കയറിയ വെള്ളം അതിവേഗം ഇറങ്ങുകയും ചെയ്തെന്ന പ്രത്യേകതയുമുണ്ട്. ജില്ലയിൽ ഏതാണ്ട് എല്ലായിടത്തും ഉച്ചവരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മാനം കറുത്തു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളക്കെട്ടുകളിൽ പലയിടത്തെയും വെള്ളം വറ്റിക്കുന്നതാണ് നഗരം മുങ്ങാതിരിക്കാൻ കാരണം. അതേസമയം ഓടകൾ വൃത്തിയാക്കാത്തതും വൃത്തിയാക്കിയവ പോലും അടഞ്ഞു പോകും വിധം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ജനം തള്ളുന്നതും സ്ഥിതി ഗുരുതരമാക്കുന്നു. 3 മണിവരെ തെളിഞ്ഞു നിന്ന അന്തരീക്ഷം പെട്ടെന്നാണ് മാറിയത്. തുള്ളിക്കൊരുകുടം പെയ്യുന്ന മഴ. മഴയ്ക്കൊപ്പം വെള്ളക്കെട്ടും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മഴക്കാലം കഴിയും വരെ കൊച്ചിക്കാർക്ക് ഉറക്കമില്ലാത്ത രാവുകളാവും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.